Good afternoon to all. Just wait. Good afternoon. Good afternoon, Miss. Yeah, good afternoon. Okay, then how are you all? Fine, Miss. How are you, Miss? What about you? Okay, Apo, start it നമുക്ക്. Let's start today's class. എന്താ പഠിച്ചേ? Emphatic pronoun കഴിഞ്ഞോ? I think relative ആണ് എടുത്തോ? പറയൂ. Relative pronoun. Relative pronoun നമ്മള് exercise ഒക്കെ ചെയ്തല്ലോ അല്ലെ? എക്സാമ്പിൾ ചെയ്തു. ക്ലിയർ ആയി? ഓക്കെ ആണോ? ഡൗട്ട്സ് ക്ലിയർ ആയല്ലോ? ഡൗട്ട് ഉണ്ടോ? ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മൾ കഴിഞ്ഞ ഇതില് പഠിച്ചതില്ലേ, അതായത് കളക്റ്റീവ് നൗൺസ്, അതിന്റെ നോട്ട് തരാന്ന് പറഞ്ഞിരുന്നു എക്സാമ്പിൾസ് ആയിട്ട്. ഓക്കെ, നോട്ട്സ് കിട്ടിയിട്ടില്ലല്ലോ? ഇല്ല. Just wait. ഓക്കെ, ഞാൻ ഇപ്പോ തന്നെ പോയി പറഞ്ഞതാണേ നോട്ട് അപ്ലോഡ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ തന്നെ വിട്ടുപോയി ചിലപ്പോ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങുമ്പോ. ഓക്കെ, അതുകൊണ്ട് കയ്യോടെ തന്നെ പോയി പറഞ്ഞു. ക്ലിയർ? അപ്പോ വേറെ എന്ത് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ക്ലാസ്സിൽ എന്തോ ഉദ്ദേശിക്കുന്നത്? എന്തൊക്കെയാ നിങ്ങൾ സെർച്ച് ചെയ്യുന്നത്? എന്താണ് എന്നോട് ചോദിക്കൂ, ഞാൻ പറയാം. എന്നോടൊന്നും ചോദിക്കാനില്ല, ഗ്രാമർ ക്ലാസ് ആണ്. PDF കിട്ടു പോന്നു. അതല്ല മിസ്സേ, ആദ്യമായിട്ട് ക്ലാസ്സിൽ കയറുന്നവരുണ്ട്, അപ്പൊ അവർക്ക് ടെക്സ്റ്റ് ബുക്ക് ഉണ്ടോ എങ്ങനെയോ അതൊന്നും അറിയില്ല, അതുകൊണ്ട് ചോദിച്ചതാ. ഓക്കെ, എല്ലാ ക്ലാസ്സിലും ആദ്യമായിട്ട് കയറുന്ന സ്റ്റുഡൻസ് ഉണ്ടല്ലോ. ഇംഗ്ലീഷ് ക്ലാസ് എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടി കയറുന്നതാണോ നിങ്ങള്? ആണോ? ഓക്കെ, ടെക്സ്റ്റ് ബുക്ക് ഒന്നും ഇല്ല കേട്ടോ, ഇംഗ്ലീഷ് എക്സാമിൽ ഇല്ല. ഓക്കെ, ഒരു ലാംഗ്വേജ് സ്കിൽ ഇംപ്രൂവ്മെന്റിന് വേണ്ടി മാത്രമാണ് കേട്ടോ.
അതുകൊണ്ട് എന്റെ നോട്ട്സ് കുറച്ച് എന്റെ നോട്ട്സ് ആണല്ലോ, അതെ ടെക്സ്റ്റ് ഒന്നുമില്ല. ക്ലിയർ ആണ്. ഓക്കെ, ഇഷ്ടപ്പെട്ട ജോയിൻ ചെയ്യൂ. ക്ലാസ് ഓപ്ഷൻ ആണെങ്കിൽ ജോയിൻ ചെയ്യൂ. അല്ലാതെ ഞാൻ എന്ത് പറയാനാ അല്ലെ. അപ്പോ പിന്നെന്താണ്, അപ്പോ നമ്മുടെ പ്രോണൗൺ കഴിഞ്ഞു. ഡൗട്ട്സ് ഉണ്ടോ? ക്ലിയർ ആണോ? ക്ലാസ് ഓക്കെ ആണോ? നിങ്ങൾ വേറെ സംസാരിക്കും. പേജ് നമ്പർ നിങ്ങൾ സംസാരിക്കില്ല ആരും? പൊതുവെ നിങ്ങൾ സംസാരിക്കില്ല എന്നൊരു പരാതി ഞാൻ കേൾക്കുന്നുണ്ട്. സംസാരിക്കൂ, റിലാക്സ് ചെയ്തിരിക്കൂ. സബ്ജക്ട് ക്ലാസ് അല്ലല്ലോ. നമുക്ക് ക്ലാസ്സിൽ സംസാരിക്കാം. ഡൗട്ട് ഒന്നുമില്ല, കുറച്ചും കൂടി എക്സാമ്പിൾസ് എക്സസൈസുകൾ തരാന്ന് പറഞ്ഞിരുന്നു മിസ് ഇന്ന്. അങ്ങനെ പറഞ്ഞാൽ എനിക്ക് അറിയാൻ പറ്റും. ഞാൻ ഒരുപാട് ബാച്ച് എടുക്കുന്നുണ്ട് കേട്ടോ. മോണ്ടിസോർ എടുക്കുന്നുണ്ട്, എച്ച് ആണെങ്കിലും അത്യാവശ്യം കുറച്ച് ബാച്ച് എടുക്കുന്നുണ്ട്. സോ എല്ലാ ക്ലാസ്സിലും കയറി ഇറങ്ങി വരുമ്പോ ചിലപ്പോ ഞാൻ മറന്നു പോകും. ഇപ്പോ ഞാൻ ലാസ്റ്റ് ക്ലാസ് ആണ്, ഇന്ന് 4th ക്ലാസ് ആണ് കേട്ടോ ഇത്. ഓക്കെ, അത് 3 ക്ലാസ് കഴിഞ്ഞിട്ടാണ് വരുന്നത്. അതുകൊണ്ട് ഞാൻ ഓർക്കണമെന്നില്ല, ജസ്റ്റ് ഒന്ന് തന്നെ റിമൈൻഡ് ചെയ്യാം. അതുപോലെ ഇത് പറഞ്ഞാലും മതി. ഓക്കെ ആണല്ലോ. അതുകൊണ്ട് സംസാരിക്കൂ നിങ്ങൾ എല്ലാവരും. എന്താണ്, ഇടയ്ക്കൊന്ന് അൺമ്യൂട്ട് ചെയ്യൂ, എന്നിട്ട് ചുമ്മാ നമുക്ക് സംസാരിക്കാം. ക്യാഷ്വൽ ടോക്സ് നടത്താം. ഓക്കെ, അപ്പൊ പുതിയ ആരെങ്കിലും ഉണ്ടോ ഈ ക്ലാസ്സില്? പുതിയ സ്റ്റുഡൻസ് ഉണ്ടോ? ആരാണ് പുതിയ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞ് ആരെങ്കിലും ഉണ്ടോ? ഞാൻ ഏകദേശം ഒരു ബ്രീഫ് നോട്ട് പറയാം ഇംഗ്ലീഷിനെ കുറിച്ച്, ഇംഗ്ലീഷ് ക്ലാസ്സിനെ കുറിച്ച്. പേജ് നമ്പർ ഇനി ആരും ക്ലിക്ക് ചെയ്തത് ഞാൻ പറഞ്ഞു, ടെക്സ്റ്റ് ഇല്ല. ഓക്കെ, നമുക്ക് ടെക്സ്റ്റ് ഇല്ല. ഇത് എന്താണ്, ലാംഗ്വേജ് ക്ലാസ് ആണ്. ഓക്കെ, ലാംഗ്വേജ് ക്ലാസ് ആണ്, സബ്ജക്ട് ക്ലാസ് അല്ല. നമുക്ക് ഏതൊരു ജോലിക്ക് പോകണമെങ്കിൽ പോലും നമുക്ക് ഒരു ലാംഗ്വേജ് സ്കിൽ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണ് നമ്മുടെ HA അല്ലെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനില് നമ്മള് ഈ പറയുന്ന ഇംഗ്ലീഷ് ക്ലാസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ആ ഒരു സ്കിൽ ഇംപ്രൂവ്മെന്റിന് വേണ്ടി മാത്രം, അല്ലെങ്കിൽ സ്കിൽ ഡെവലപ്മെന്റിന് വേണ്ടി. എപ്പോഴാണ് ഞാൻ ജോയിൻ ചെയ്തത്? വെക്കേഷൻ കഴിഞ്ഞതോ? ലോങ് വെക്കേഷൻ ആയിരുന്നല്ലോ. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ടെക്സ്റ്റ് ഒന്നുമില്ല കേട്ടോ. ഇംഗ്ലീഷിന് വേണ്ടി പ്രത്യേകിച്ച് ടെക്സ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മളിപ്പോ ഇവിടെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് ഗ്രാമർ ആണ്. കുറെ അത്യാവശ്യം ഗ്യാപ്പ് കഴിഞ്ഞ് വന്നവരും അല്ലെങ്കിൽ ബിഗിനേഴ്സ് ഒക്കെ ഉണ്ടാക്കും. ഇംഗ്ലീഷ് ഒട്ടും അറിയില്ല, അല്ലെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആക്കി പഠിക്കണം, അല്ലെങ്കിൽ ഒന്നുകൂടെ പഠിക്കണം, ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അവർ ടച്ച് പോകുമല്ലോ. സോ അങ്ങനെ ഉള്ളവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മള് ഒരു തുടക്കക്കാരൻ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഒരു അത്യാവശ്യം നമുക്ക് ഗ്രാമർ പഠിക്കാം. ഓക്കെ, ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഗ്രാമറിലാണ്. ഗ്രാമറെ പറ്റിയിട്ടില്ല, നമ്മുടെ ബേസിക്സ് കുറച്ച് കാര്യങ്ങളാണ് ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ ഇപ്പൊ സ്ക്രീൻ ഷെയർ ചെയ്തിരിക്കുന്ന എല്ലാവരും എന്റെ നോട്ട്സ് ആണ്. ഈ നോട്ട്സ് എല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്, നിങ്ങൾ നോട്ട് എഴുതിയെടുക്കുന്നുണ്ട്. ഈ അഥവാ നോട്ട്സ് വേണമെങ്കിൽ ഞാൻ ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യാം. പക്ഷെ അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല, അതിൽ കൂടുതൽ എന്തൊക്കെയും നോട്ട് ചെയ്യുന്നുണ്ട്. അത്രയൊന്നും നിങ്ങൾക്ക് ആവശ്യമില്ല. ചിലപ്പോൾ വളരെ കൺഫ്യൂഷൻ ആവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സോ നോട്ട്സ് എല്ലാവരും എഴുതിയെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ പുതിയ സ്റ്റുഡൻസിന് ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. നോട്ട്സ് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. ഗ്രൂപ്പിൽ നോട്ട് ഷെയർ ചെയ്യാറുണ്ട്. അവർ ചോദിക്കുന്ന നോട്ട്സുകളൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ അങ്ങനെയൊക്കെ പഠിക്കൂ. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലൊക്കെ തന്നെ ക്ലാസ്സിൽ വന്ന് ചോദിക്കാം, ഞാൻ ക്ലിയർ ചെയ്ത് തരാം. ഇനി എന്നോട് ചോദിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങളുടെ ക്ലാസ്മേറ്റ്സിനോട് ചോദിക്കൂ. അവര് പറഞ്ഞിട്ട് ക്ലിയർ ആവുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്നോട് വന്ന് ചോദിക്കാവുന്നതാണ്. എന്നെ ആഡ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ക്ലാസ്. ഓക്കെ, ഇതാണ് ക്ലാസ്, ഇംഗ്ലീഷ് ക്ലാസ് ഇതാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും മിസ് ഇങ്ങനെയാണ് ക്ലാസ് എടുക്കുന്നത്, ഇംഗ്ലീഷ് ഒന്നുമില്ലല്ലോ എന്നൊക്കെ വിചാരിക്കും. ഓക്കെ, സോ കുറച്ച് ദിവസം നമ്മള് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് നോക്കും. ക്ലാസ് ഏകദേശം എങ്ങനെയാണെന്ന് മനസ്സിലാക്കും. ഓക്കെ, ഇത്രയൊക്കെ ഉള്ളു പറയും. ഓക്കെ ആണോ? എല്ലാവരും കംഫർട്ടബിൾ ആണോ ക്ലാസ്സിലാവും? ഓക്കെ, പ്രോണൗൺ ഒന്നുകൂടെ പറയണോ? ഒന്നുകൂടെ പറയാനുണ്ട്. നമ്മള് പുതിയ സ്റ്റുഡൻസിന് വേണ്ടി പറയുന്നതാണ്. ഞാൻ ക്ലാസ്സിൽ എടുത്തത് നൗൺ ആൻഡ് പ്രോണൗൺ ആണ്. നൗണും പ്രോണൗണും നമ്മൾ കുറച്ചുകൂടെ എക്സാജറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ കുറച്ചുകൂടെ എലാബറേറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. സോ അത് നിങ്ങൾ ക്ലാസ്സിൽ ഒന്ന് അല്ലെങ്കിൽ ഗ്രൂപ്പിൽ ഒന്ന് ചോദിക്കും കേട്ടോ. ഞാൻ ഇപ്പോ ബേസിക് ആയിട്ട് ചെറിയ ഷോർട്ട് ആയിട്ട് വേണമെങ്കിൽ പറഞ്ഞുതരാം. നൗൺ എന്ന് പറയുന്നത് നൗൺ ഇസ് എ നെയിം ഓഫ് എനിത്തിങ്. നമുക്ക് ചുറ്റുമുള്ള നോക്കിയാൽ തന്നെ എല്ലാത്തിനും ഒരു പേരുണ്ട്. സോ ദാറ്റ്സ് എ നൗൺ. നൗൺ ഇസ് എ നെയിം, അങ്ങനെ പഠിക്കും. ഓക്കെ, noun as a name.
And a pronoun is a name or a pronoun is a word that is used instead of a noun. ഒരു നൗണിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വേർഡ് ആണ് പ്രോണൗൺ എന്ന് പറയുന്നത്. എന്റെ പേര് അശ്വതി എന്നാണ്. സോ അശ്വതി is a noun. Ashwati is a name and also we can call the noun. Okay? And നിങ്ങൾ എന്തെങ്കിലും എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ അശ്വതി is an English teacher and പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് പേരാണോ? അശ്വതി ഒരു ഇംഗ്ലീഷ് ടീച്ചർ ആണ്. പിന്നെന്താ പറയാ? പിന്നെ ഇപ്പോഴും നമ്മൾ എന്തെങ്കിലും പറയുമ്പോ അശ്വതി 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 തന്നെയാ പറയാ? Never. അല്ലെ? പിന്നെ എന്താ പറയാ? We can use instead of noun. What is we used? She. Yeah, she. Our. Okay. So she is a pronoun. Okay. അശ്വതി എന്ന് പറയുന്ന പേരിന് പകരം നമ്മൾ അവിടെ എന്ത് യൂസ് ചെയ്തു? അവൾ എന്ന് യൂസ് ചെയ്തു, ഷീ യൂസ് ചെയ്തു. സോ അതെന്താണ്? പ്രോണൗൺ ആണ്. ക്ലിയർ? ഇനിയും മനസ്സിലാവാത്തവർക്ക് ക്ലിയർ ആയോ? ഇത്രയേ ഉള്ളൂ. ഇതിന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അതിനെ കുറിച്ച് പഠിച്ചു. ഓക്കെ, ക്ലിയർ? ഇനി റിലേറ്റീവ് പ്രോണൗൺ ബേസ് ചെയ്തിട്ട് കുറച്ചുകൂടെ എക്സാമ്പിൾസ് വേണോ, ആവശ്യമാണോ, ഡിസ്കസ് ചെയ്യണോ? വേണം. ഒരാൾക്ക് മാത്രം മതി, ഒരാൾക്കും വേണ്ടെന്നാണ് പറയുന്നത്. ആ വേണ്ട, എക്സസൈസ് ഒന്നും ചെയ്യണ്ട, അങ്ങനെയാണോ? വേണ്ടെന്നില്ലല്ലോ. ഓക്കെ, എഴുതെടുത്തോളൂ കേട്ടോ. Take your notebook and write down the heading, relative pronoun, and write down the questions. This I will send. He is the man that remains in London. He is the man that in London. And the next one. Meera dash Meera dash works as a nurse. The chocolate, spelling mistake in it only. The chocolate tea the chocolate dash you gave me was delicious. The car that she bought is dirty.
A person dash job is teaching as a teacher. Hollywood is a place I would like to live someday. She's the woman that I met 2 days before. She found a place that it's calm. She trusts the friend that she knows. She trust everything that I know. You know the guy that she saw. He met a girl that I sparkled. Watch the video that she made. He called the man that we know. This is the movie that she watched.
Meet the coach dash Prince Kid. Kids ആണ് kids. I like students dash ideas shine. We kept the photo dash feeder. They built a room dash light indoors. Okay, so let's write the answer and then text to me. Okay. എല്ലാവരും ആൻസർ ചെയ്തിട്ട് ടെക്സ്റ്റ് ചെയ്യൂ കേട്ടോ. ആലോചിച്ച് കൂളായി റിലാക്സ് ചെയ്ത് ആലോചിച്ച് ആൻസർ ചെയ്താ കേട്ടോ. ഓക്കെ.
ഓക്കെ, കുറച്ച് പേര് മാത്രം ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ. വായിക്കാറില്ല. ടെക്സ്റ്റ് ചെയ്യോ, ടെക്സ്റ്റ് യുവർ ആൻസർ. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പേരെന്തായിരുന്നു? സൽവ എന്നാണ് പേര്. ആണോ? കറക്റ്റ് ആണോ? പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ആണോ? സൽവ. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചതിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിന്റെ ആൻസേഴ്സ് ഒന്ന് എനിക്ക് ടൈപ്പ് ചെയ്തിട്ട് ടെക്സ്റ്റ് ചെയ്യാനാണ് ഞാൻ പറഞ്ഞിട്ടോ. നമ്മൾ റിലേറ്റീവ് പ്രൊണൗൺ വെച്ചിട്ട് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ റിലേറ്റീവ് പ്രൊണൗൺ ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. സോ അതിനെ ബേസ് ചെയ്തിട്ട് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഓക്കെ, ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് നോക്കൂ കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഒന്ന് ടെക്സ്റ്റ് ചെയ്യും. ഓക്കെ, എല്ലാവരും ക്ലാസ്സിൽ അത്യാവശ്യം സ്റ്റുഡൻസ് ഉണ്ട്. സോ എല്ലാവരും ആൻസർ ചെയ്യാം. ഓക്കെ, കുറച്ച് പേര് ടെക്സ്റ്റ് ചെയ്തു. ഇനി ആരും ടെക്സ്റ്റ് ചെയ്യുന്നുണ്ടോ? ഞാൻ വെയിറ്റ് ചെയ്യണോ അല്ലെങ്കിൽ ഞാൻ ആൻസർ പറയണോ? എന്താ ചെയ്യണ്ടേ? ആരെങ്കിലും ടെക്സ്റ്റ് ചെയ്യുന്നുണ്ടോ? ഇനി റെസ്പോണ്ട് ചെയ്യൂ. നോ, ആരെങ്കിലും ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണോ? ആണോ? ഞാൻ ആൻസർ പറയട്ടെ. എന്താണ് ആൻസർ പറയാം? ഓക്കെ, ചെക്ക് ചെയ്യൂ കേട്ടോ. ചെക്ക് യുവർ ആൻസേഴ്സ്. He's the man dash I met in London. He's the man dash I met in London. എന്താ പറയാ? ഏതായിരിക്കും? റിലേറ്റീവ് ആണ്. എന്താ പറയാ? കറക്റ്റ് ആണ് ടെക്സ്റ്റ് ചെയ്തേ. കുറച്ച് പേര് ഹൂ പറയുന്നുണ്ട്. ഹൂമാണ് വരുന്നത്. തെറ്റായിട്ടുള്ള ജുവാ ഹൂ ആണ് ടൈപ്പ് ചെയ്തേ. എന്റെ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. Okay, well, he's the man whom I met in London. Correct. Next one, Meera dash works as a nurse. Who? Who was? Yeah, who? Meera, who works as a nurse. The chocolate that you gave me was delicious. That or which? Or which? Yeah, we can use which or that because
So think. Okay. Next one, the car dash I bought yesterday. Which? Whose? Yeah, we saw that. A person dash job is teaching a teacher. എന്തായിരിക്കും? Whose? 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 Yeah, ആരുടെ job ആണ് അല്ലെ? Whose ആണ് അപ്പൊ? A person whose job is teaching as teacher. Hollywood is the place dash I would like to live someday. Where? Where? The word. Okay, place ആയതുകൊണ്ട് തന്നെ word use ചെയ്യാം. Go. She's the woman that I met 2 days before. Whom? Yes. Who? ആരെയാണ്? Who? She found the place dash it's calm. Where? Where? Yeah. Where ആണ്? Where it's calm. Okay. She trusts the friend that I know. Whom? Whom I know. Whom? She trusts. ആരെയാണ് ട്രസ്റ്റ് ചെയ്തേ? അറിയാവുന്ന ഒരാളാണല്ലേ? So I trust the friend whom I know. Yeah. You know the guy that she saw? You know the guy Whom I that see. she saw? Whom? Whom? Yeah. Whom ആണ്? ആരെ? വീണ്ടും maybe ആരെയാണ്? So whom? She met a girl that eyes sparkled. Whose? Whose? ആണ് ആരുടെ? അല്ലെ? Whose eyes sparkled. Watch the video that she made. That or What? which? What she made? Which or that? He met a Why don't you use, ma'am, I have the doubt. Why don't you use what? made. Yeah, you can use what. തെറ്റൊന്നുമില്ല. വാട്ടും യൂസ് ചെയ്യും. പക്ഷെ നമ്മൾ പഠിച്ചത് വിച്ച് ഓർ ദാറ്റ് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ Okay, okay, പറഞ്ഞു പോകാം. അത്രയേ ഉള്ളൂ. വാട്ടും യൂസ് ചെയ്യാം കേട്ടോ. തെറ്റൊന്നുമില്ല. okay, okay, okay. Okay, he called the man. Yeah, he called the man dash we know. Whom? 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 Who? Yeah, who? This is the movie that she watched. That. Oh. You saw that. That. Oh. I watched. Meet the coach dash trains kids. Who? Who? Meet the coach who trains kids. Yeah, correct. I like students. That idea is fine. Whose idea? Whose idea? Yes, whose idea shine. We kept the photo dash figure. That or which? Yeah, which are that. They built a room that light and dark. Where? Where light and dark? Dark, light and dark. Correct. അപ്പോ ക്ലിയർ ആയല്ലോ? ഇതാണ് എന്റെ റിലേറ്റീവ് പ്രോനൗൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, അപ്പൊ ഇത്രയും എക്സാമ്പിൾസ് ചെയ്തതിലൂടെ നമുക്കൊരു കാര്യം മനസ്സിലായി. പഠിപ്പിച്ചത് കറക്റ്റ് ആയിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ട്, അത് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ? യെസ്. ഇനി ആരെങ്കിലും റിലേറ്റീവ് പ്രോനൗൺ എന്താണ് ഒരു ക്വസ്റ്റ്യൻ വന്നാലും അല്ലെങ്കിൽ എപ്പോഴെങ്കിലും കുട്ടികളെയോ ആരെങ്കിലും പഠിപ്പിക്കേണ്ട അവസ്ഥ വന്നാലും നിങ്ങൾക്ക് പഠിപ്പിക്കാൻ പറ്റും. വിതൗട്ട് എനി ഡൗട്ട്. ആരെങ്കിലും PSC എക്സാംസ് ആരെങ്കിലും എഴുതുന്നുണ്ടോ? PSC ട്രൈ ചെയ്യുന്നവരുണ്ടോ ക്ലാസ്സിൽ ആരെങ്കിലും? ആരുമില്ല. ഓക്കെ, സപ്പോസ് PSC ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് ഗ്രാമറൊക്കെ കുറച്ചുകൂടി യൂസ്ഫുൾ ആയിരിക്കും. പറയാൻ വേണ്ടി ചോദിച്ചത്. ഓക്കെ, അപ്പോ ഇനി നമ്മൾ പുതിയ പോർഷൻസ് ഒന്നും എടുക്കുന്നില്ല, കാരണം ടൈം ഏകദേശം കഴിയാറായിട്ടുണ്ട്. സോ ക്ലാസ്സിൽ നന്നായിട്ട് പഠിക്കാൻ നോക്കുക, മാക്സിമം ലൈവ് ക്ലാസ്സിൽ തന്നെ ജോയിൻ ചെയ്യുക. ഇതിൽ റെക്കോർഡ് ക്ലാസ് കാണുന്നവർ ആരെങ്കിലും ഉണ്ടോ ക്ലാസ്സിൽ? ആരെങ്കിലും ഉണ്ടോ റെക്കോർഡ് ക്ലാസ് കാണുന്നവര്? യെസ്. എങ്ങനെയുണ്ടായിരുന്നു റെക്കോർഡ് ക്ലാസ്? ബോറാണോ? വിച്ച് ഇസ് ബെറ്റർ, റെക്കോർഡ് ക്ലാസ് ഓർ ലൈവ് ക്ലാസ്? കുഴപ്പമില്ല. ആ കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാവും ബോറാണ്. അല്ല, ഇംഗ്ലീഷ് പഠിക്കാൻ ഭയങ്കര ഇഷ്ടല്ലേ, അപ്പൊ
ക്ലാസ് ഇങ്ങനെ കേട്ടോണ്ടിരുന്നു പോകും. ആദ്യമായിട്ട് ഒരാള് ക്ലാസ് കേട്ടിരുന്ന് പോകുന്നു പറയുന്നത്. PSC എത്ര വയസ്സ് വരെ എഴുതാ? PSC നമുക്ക് ഇപ്പൊ ഏകദേശം എത്ര വയസ്സായി? വേണ്ട അത് ചോദിക്കുന്നില്ല, പോട്ടെ. അതിനോട് വയസ്സ് ചോദിക്കുമ്പോ ആർക്കും പൊതുവെ ഏജ് ചോദിക്കുമ്പോ ഇഷ്ടമാണ്. അല്ല, അങ്ങനെ എന്നോട് ചോദിക്കാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരാളെ, എത്ര വയസ്സ് വരെ എഴുതാ? 85 ആണെന്ന് തോന്നുന്നു. അറിയില്ല, എനിക്ക് അത്രയും ഷുവർ അല്ല കേട്ടോ. ഞാൻ വേണമെങ്കിൽ ചോദിച്ചിട്ട് ഞാൻ പറയാം, അന്വേഷിച്ച് ഞാൻ പറയാം. ഷുവർ അല്ലാത്ത കാര്യങ്ങൾ ക്ലാസ്സിൽ വന്ന് പറയാൻ പാടില്ല. ഓക്കെ, ഞാൻ പറയാം. ഷുവർ അല്ലേ, ഞാൻ PSC ട്രൈ ചെയ്യുന്ന ഒരാളല്ല. ഓക്കെ, അറിയില്ല. അപ്പൊ റെക്കോ ക്ലാസ് എങ്ങനെയുണ്ട്? റെക്കോ ക്ലാസ് പിന്നെ എന്തുകൊണ്ട് ലൈവ് ക്ലാസ്സിൽ ജോയിൻ ചെയ്തപ്പോ? ഇല്ല, എനിക്ക് ഞാനിപ്പം ഓൾറെഡി നാട്ടിലല്ല ഉള്ളത്, ഒമാനിലുള്ളത്. അപ്പൊ ടൈമിങ്ങിന്റെ ചെറിയൊരു പ്രശ്നം വരും. അവിടെ 1:30 മണി, അവിടുത്തെ 1:30 ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണേ. എനിക്കിവിടെ 12 മണിയാണ്. അപ്പൊ ഹസ്ബൻഡ് ലഞ്ചിന്റെ ടൈമിന് അവര് വരും. അപ്പൊ ക്ലാസ് എനിക്ക് അത്രയും ഞാൻ ഉറപ്പ് പറയുന്നില്ല, ഓറായിരിക്കും. നമുക്ക് അത്ര ക്ഷമ വേണം. ഓക്കെ, PSC എനിക്ക് തോന്നുന്നു 40 ആണ് കേട്ടോ. 40 ആണ് ഏജ്, 35 അല്ല. ഐ തിങ്ക് 40. പിന്നെ നമുക്ക് കാറ്റഗറീസ് ചെയ്തിട്ട് ചിലപ്പോ ഏജസിൽ കുറച്ചൊരു വ്യത്യാസങ്ങൾ വരാം. അല്ലെ? ഓക്കെ, കാറ്റഗറി അനുസരിച്ച് ഏജ് മാറും. ശരിയാണ് കേട്ടോ. അപ്പോ എന്താണ്, ലൈവ് ക്ലാസ്സിൽ ജോയിൻ ചെയ്തായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അറിയാലോ, റെക്കോ ക്ലാസ് പറയുന്നില്ല. ഓക്കെ ഓക്കെ, അപ്പൊ ഓക്കെ ആണ്, ക്ലാസ് ഓക്കെ ആണല്ലോ? പഠിച്ചതെല്ലാം ഒന്നുകൂടെ റീവൈൻഡ് ചെയ്യാൻ നോക്കാം, ഒന്നുകൂടെ പഠിക്കാൻ നോക്കാം. ഓക്കെ, നല്ലൊരു ഐഡിയ ആണ് കേട്ടോ. നജുവ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ഗൂഗിൾ മീറ്റിലൂടെ നമുക്ക് 10 മിനിറ്റ്സ് പ്രാക്ടീസ് ചെയ്യിക്കുന്നു. എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉണ്ടാകും, പക്ഷെ കണ്ടിന്യൂ ചെയ്യാനാണ് ബുദ്ധിമുട്ട് കേട്ടോ. സോ കണ്ടിന്യൂ ചെയ്യാൻ ശ്രദ്ധിക്കുക എല്ലാവരും. നജുവ നിങ്ങൾ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യുന്നു, കാര്യങ്ങളുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. അപ്പൊ പഠിക്കൂ കേട്ടോ, നന്നായിട്ട് കാര്യം പഠിക്കാം. So let's wind up today's class. Okay, so thank you all. See you on the next class. Okay, bye. Thank you very much. Thank you, ma'am.